Dear students, now we can study bounded sequences. A sequence x equal to sequence xn is said to be bounded above if the range set of the sequence that is, what is the range set? That is set of all xn such that n belongs to n is bounded above. That is if there exists a number m belongs to R such that xn is less than or equal to m for all n belongs to m. മനസ്സിലായോ? ഒരു സീക്വൻസ് x ഈക്വൽ ടു സീക്വൻസ് xn, ആ സീക്വൻസ് ബൗണ്ടഡ് എബവ് എന്ന് പറയണമെങ്കിൽ അതിൻ്റെ റേഞ്ച് സെറ്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സീക്വൻസിൽ നിങ്ങൾക്ക് അറിയാമല്ലോ റേഞ്ച് സെറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ 1 2 1 2 1 2 1 2 എന്ന് പറഞ്ഞൊരു സീക്വൻസ് ഉണ്ട്. അപ്പം അതിൻ്റെ റേഞ്ച് സെറ്റ് എന്താണ്? സെറ്റ് 1 2. മനസ്സിലായോ? അപ്പം അതേപോലെയാണ് ഒരു സീക്വൻസ്, ഏതോ ഒരു സീക്വൻസ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് x ഈക്വൽ ടു സീക്വൻസ് xn. അത് ബൗണ്ടഡ് എബവ് ആവണമെങ്കിൽ റേഞ്ച് സെറ്റ് ഓഫ് ദ സീക്വൻസ്, ആ സീക്വൻസിൻ്റെ റേഞ്ച് സെറ്റ്, that is set of all xn such that n belongs to n is bounded above. റേഞ്ച് സെറ്റ് ബൗണ്ടഡ് എബവ് ആണെങ്കിൽ സീക്വൻസ് ബൗണ്ടഡ് എബവ് എന്ന് നമുക്ക് പറയാം. അതായത് that is if there exists a number m belongs to R, ഒരു റിയൽ നമ്പർ ക്യാപിറ്റൽ M ഉണ്ടാവണം such that എന്ത് വേണം? xn is less than or equal to m for all n belongs to n. അതായത് നോക്കൂ, ഇപ്പം നമ്മൾ ഓരോ എലമെൻസും x1 x2 x3 എല്ലാം, അതായത് എല്ലാ മെമ്പേഴ്സും ഓഫ് ദ സീക്വൻസും എല്ലാം എന്ത് വേണം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ആവണം. മനസ്സിലായോ? ദാറ്റ് ഈസ് ഇഫ് ദർ എക്സിസ്റ്റ് എ നമ്പർ m ബിലോങ്സ് ടു R സച്ച് ദാറ്റ് xn ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ഫോർ ഓൾ n ബിലോങ്സ് ടു n. ഇതേപോലെ തന്നെ നമുക്ക് പറയാം sequence xn is bounded below ആവണമെങ്കിൽ എന്ത് വേണം? bounded below if there exists a number small m belongs to R such that all the members of the sequence xn is greater than or equal to m for all n belongs to n. അതായത് മനസ്സിലായോ? സീക്വൻസിലെ മെമ്പേഴ്സ് എല്ലാം റേഞ്ച് സെറ്റ് എല്ലാ മെമ്പേഴ്സും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു m ആവണം. അപ്പോഴാണ് നമ്മൾ സീക്വൻസ് ബൗണ്ടഡ് ബിലോ എന്ന് പറയാം. ഇനി സീക്വൻസ് എപ്പോഴാണ് ബൗണ്ടഡ് എബവും ബൗണ്ടഡ് ബിലോയും ആവുമ്പോഴാണ് സീക്വൻസ് ഈസ് ബൗണ്ടഡ് എന്ന് പറയുന്നത്. അതായത് എ സീക്വൻസ് x equal to sequence xn is bounded ആവണമെങ്കിൽ if there exists a real number, ഒരു റിയൽ നമ്പർ ഉണ്ടായിരിക്കണം. റിയൽ നമ്പർ m greater than 0, ഒരു റിയൽ നമ്പർ m ഉണ്ടായിരിക്കണം such that modulus of xn is less than or equal to m for all n belongs to n. നോക്കൂ, sequence x equal to sequence xn is bounded ആവണമെങ്കിൽ if there exists a real number m greater than 0 such that modulus of xn is less than or equal to m for all n belongs to m. അതായത് മനസ്സിലായില്ലേ? അപ്പോൾ അതായത് മോഡുലസ് ഓഫ് xn is less than or equal to m എന്ന് വെച്ചാൽ എന്താ അർത്ഥം? -m less than or equal to xn less than or equal to m എന്നാണ് എൻ്റെ മീനിങ് അല്ലേ?
അതായത് സീക്വൻസ് ബൗണ്ടഡ് ആവണമെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ബോത്ത് ബൗണ്ടഡ് എബവ് ആൻഡ് ബൗണ്ടഡ് ബിലോ. അത് ഞാൻ പറയാം. ദാറ്റ് ഈസ് എ sequence is bounded ആവണമെങ്കിൽ if it is both bounded above and bounded below. ഒരു സീക്വൻസ് ബൗണ്ടഡ് ആവണമെങ്കിൽ അത് ബൗണ്ടഡ് എബവും ബൗണ്ടഡ് ബിലോ യും ആയിരിക്കണം. അതായത് വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഓർ the sequence xn is bounded if its range set എന്താണ്? set of all xn such that n belongs to n is a subset of the interval. Bounded ആവണമെങ്കിൽ the range set is the subset of the interval. A സെറ്റിന്റെ സ്മോൾ എം ക്യാപിറ്റൽ എം. അതായത് മനസ്സിലായില്ലേ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എം ആവണം സീക്വൻസിലെ എലിമെന്റ്സ് എല്ലാം, റേഞ്ച് സെറ്റിലെ എലിമെന്റ്സ് എല്ലാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം ആവണം ഓഫ് ഫൈനൈറ്റ് ലെങ്ത്. മനസ്സിലായോ? ഓഫ് ഫൈനൈറ്റ് ലെങ്ത്. ഇനി നമ്മൾക്ക് കൂടുതൽ കാര്യങ്ങൾ നോക്കാം. പിന്നെ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് പറയാം ബൗണ്ടഡ് എബവ് ആണെങ്കിൽ ലീസ്റ്റ് അപ്പർ ബൗണ്ട് അല്ലേ, ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഉണ്ടായിരിക്കും. ആൻഡ് ബൗണ്ടഡ് ബിലോ ആവുകയാണെങ്കിൽ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം കേട്ടോ. എന്താണ് കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടിയിൽ അങ്ങനെയല്ല, മുമ്പ് പഠിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി ഓഫ് റിയൽ നമ്പേഴ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ അതേപോലെ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി വെച്ചിട്ട് എവരി സീക്വൻസ് വിച്ച് ഈസ് ബൗണ്ടഡ് എബവ് ഹാസ് എ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആൻഡ് ബൗണ്ടഡ് ബിലോ ഹാസ് എ ലീസ്റ്റ് അല്ല ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ the sequence 1/n. സീക്വൻസ് 1/nലെ എലിമെന്റ്സ് എന്താ വരിക? 1/1 അല്ലേ? എങ്ങനെ വരിക? 1/1, 1/2, 1/3, 1/4 ഇങ്ങനെ വരും. ഇതില് നോക്കിക്കഴിഞ്ഞാൽ ഇതിലെ എലിമെന്റ്സ് എല്ലാം കുറെ കഴിയുമ്പോൾ എന്തോ ഒരു 1/1,00,000 അങ്ങനെയൊക്കെ അങ്ങനെ പോയി വരുമ്പോൾ ഏകദേശം നമുക്ക് പറയാം വിച്ച് ഇസ് അപ്രോക്സിമേറ്റ്ലി 0 അല്ലേ? 1/1,00,000 എന്ന് വെച്ചാൽ അപ്രോക്സിമേറ്റ്ലി 0. അതായത് ഈ സീക്വൻസിലെ എലിമെന്റ്സ് എല്ലാം 0-നേക്കാൾ കൂടുതലുമാണ്, 1-നേക്കാൾ കുറവുമാണ്. അപ്പോൾ നമുക്ക് പറയാം പിന്നെ this sequence is bounded below and bounded below ആണ് വെച്ചാൽ ഏതാണ് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്? 0 is the greatest lower bound അല്ലേ? പിന്നെയുള്ള ലോവർ ബൗണ്ട് എല്ലാം 0-നേക്കാൾ ചെറുതാണ്. നമുക്ക് 0-നേക്കാൾ വലുതാണെന്ന് പറയാം, -1-നേക്കാൾ വലുതാന്ന് പറയാം, -2-നേക്കാൾ വലുതാന്ന് പറയാം. പക്ഷെ എല്ലാം ഏതിനേക്കാൾ വലുതായിരിക്കും? 0-നേക്കാൾ വലുതായിരിക്കും. ആ ലോവർ ബൗണ്ടിൽ വെച്ച് ഏറ്റവും വലുത് 0 ആണ് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് എന്ന് പറയാം. ഇനി ഇതിലെ ഇതിലെ നമുക്ക് എലിമെന്റ്സ് നോക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം? എല്ലാം 1-നേക്കാൾ ചെറുതാണ് എന്ന് പറയാം അല്ലേ? സീക്വൻസിലെ എലിമെന്റ്സ് എല്ലാം നോക്കുമ്പോൾ 1-നേക്കാൾ ചെറുതാണ് എന്ന് പറയാം. അപ്പൊ നമുക്ക് എന്താ എഴുതാം? ദിസ് സീക്വൻസ് ഈസ് ബൗണ്ടഡ് എബവ് ആണ് and 1 is the least upper bound അല്ലേ? 1 അല്ലേ ലീസ്റ്റ് അപ്പർ ബൗണ്ട്? അപ്പർ ബൗണ്ടിൽ എല്ലാം 1-നേക്കാൾ അല്ലേ? ഇതിലെ എലിമെന്റ്സ് എല്ലാം 1-നേക്കാൾ ചെറുതാണ്, 2-നേക്കാൾ ചെറുതാണ്, 3-നേക്കാൾ ചെറുതാണ്, 4-നേക്കാൾ ചെറുതാണ്. അപ്പൊ എന്താണ്
ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഏതാണ്? 1 ആണ്. 1നേക്കാൾ ചെറുതാണ്. അപ്പം 1 is the least അപ്പർ ബൗണ്ട്. അപ്പം നമുക്ക് പറയാം ഈ സീക്വൻസ് 0ക്കും 1നും ഇടയ്ക്കാണ് കിടക്കുന്നത് അല്ലേ? അപ്പം പക്ഷേ 0 ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ആണ്, 1 ഈസ് ദ ലീസ്റ്റ് അപ്പർ ബൗണ്ട്. പക്ഷെ നമുക്ക് എന്ത് പറയാം? 1 belongs to the sequence 1/n and 0 does not belongs to sequence 1/n അല്ലേ? സീക്വൻസ് 1/n 0 ഉണ്ടാവുമോ? അപ്രോക്സിമേറ്റ്ലി 0 വരുള്ളൂ, അല്ല 0 ഇതിലൊരിക്കലും ഉണ്ടാവില്ല. അപ്പം 0 does not belongs to സീക്വൻസ് 1/n. പക്ഷെ ഈ 0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലിമിറ്റ് ടെൻഡൻസ് ടു ഇൻഫിനിറ്റി 1/n ആണ് 0 അല്ലേ? ലിമിറ്റ് ടെൻഡൻസ് ടു ഇൻഫിനിറ്റി 1/n ആണ് 0 വരിക. അതായത് 0 എന്താണ്? 0 ഈസ് ദി ലിമിറ്റ് ഓഫ് ദ സീക്വൻസ് എന്ന് പറയാം. നമുക്ക് 0 ആണ് ഈ സീക്വൻസിന്റെ ലിമിറ്റ്, അത്രയും നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായോ? അപ്പം ഇവിടെ അപ്പർ ബൗണ്ടും ഉണ്ട്, ഗ്രേറ്റസ്റ്റ് അപ്പർ ബൗണ്ട്, ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഒക്കെ ഉണ്ട്. പക്ഷേ ഗ്രേറ്റസ്റ്റ് അപ്പർ ബൗണ്ട് ഡസ് നോട്ട് ബിലോങ്സ് ടു ദി സീക്വൻസ് range of the sequence and least upper bound belongs to the sequence. മനസ്സിലായല്ലോ? ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വേറൊരു എക്സാമ്പിൾ, പല എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു സീക്വൻസ് n നോക്കിയെന്ന് വിചാരിക്കാം. ഈ സീക്വൻസ് n എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സീക്വൻസ് n? 1 2 3 4 അല്ലേ? അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക സീക്വൻസ് എന്ന് വെച്ചാൽ. അപ്പോൾ ഇതിലെ എലിമെന്റ്സ് എല്ലാം എന്തിനേക്കാൾ കൂടുതലാണ്? 1നേക്കാൾ കൂടുതലാണ്. പക്ഷെ എന്തിനേക്കാൾ കുറവാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? എലിമെന്റ്സ് ഓഫ് ദ സീക്വൻസ് ആർ ഓൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയതുകൊണ്ട് എന്ത് പറയാം? ദിസ് സീക്വൻസ് ഈസ് ബൗണ്ടഡ് ബിലോ ആണ് നമുക്ക് പറയാൻ പറ്റും. and 1 is the ബൗണ്ടഡ് ബിലോയിലെ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് 1 ആണെന്ന് പറയാം. മനസ്സിലായോ? എല്ലാ എലിമെന്റ്സും 1നേക്കാൾ കൂടുതലാണ്, ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് 1 ആണെന്ന് പറയാം. ആൻഡ് ദ സീക്വൻസ് ഈസ് നോട്ട് ബൗണ്ടഡ് എബവ്. സീക്വൻസ് ബൗണ്ടഡ് എബവ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ എന്താ പറയാ? ബൗണ്ടഡ് എബവും ബൗണ്ടഡ് ബിലോയും ആണെച്ചാൽ മാത്രമേ സീക്വൻസ് ബൗണ്ടഡ് ആവുള്ളൂ. അപ്പൊ നമുക്ക് പറയാം ദിസ് സീക്വൻസ് ഈസ് നോട്ട് ബൗണ്ടഡ് എന്ന് പറയാം. ദിസ് സീക്വൻസ് ഈസ് നോട്ട് ബൗണ്ടഡ് എന്ന് പറയാം. നെക്സ്റ്റ് എക്സാമ്പിൾ, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. -1 raised to n into n എടുക്കുകയാണെങ്കിൽ ഇതിന്റെ എലിമെന്റ്സ് എങ്ങനെയൊക്കെ വരിക നമുക്കറിയാം. -1 raised to 1 into 1, -1 square into 2, -1 cube into 3, -1 raised to 4 into 4, -1 raised to 5 into 5, -1 raised to 6 into 6 അങ്ങനെ വരും അല്ലേ? അതായത് എലിമെന്റ്സ് എന്താ വരിക? സെറ്റ് -1 2 -3 4 -5 6 അങ്ങനെ വരും. നോക്കൂ, പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട് അല്ലേ? പ്രത്യേകിച്ച് ഒരു ഇതൊന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല. ബൗണ്ടഡ് എബവ് എന്നോ ബൗണ്ടഡ് ബിലോ എന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? ഇതിനേക്കാൾ കൂടുതലാണ്, ഈ നമ്പറിനേക്കാൾ കൂടുതലാണ് ഇതിൽ എലിമെന്റ്സ് എന്നും പറയാൻ പറ്റില്ല. ഏതോ ഒരു നമ്പറിനേക്കാൾ കുറവാണ് ഇതിൽ എലിമെന്റ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈസ് neither bounded below nor bounded above and hence is not bounded അല്ല നമുക്ക് പറയാം. മനസ്സിലായി? ഇനി അടുത്തൊരു സീക്വൻസ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീക്വൻസസ് ആണ്. -1 raised to n. ഈ സീക്വൻസ്, ദിസ് സീക്വൻസ് ഈസ് നോട്ട് കൺവെർജൻറ്റ്. നോക്കാം എന്തുകൊണ്ടാണ് കൺവെർജൻ്റ് അല്ലാത്തത് നമുക്ക് നോക്കാം. കാരണം നോക്കി നോക്കൂ, ഇതിൽ എലിമെന്റ്സ് എന്ന് പറയുന്നത് -1 raised to 1 ഈസ് -1, -1 സ്ക്വയർ ഈസ് +1, വീണ്ടും -1 ക്യൂബ് -1, -1 raised to 4 1, എങ്ങനെയാ വരിക അല്ലേ?
അപ്പം അല്ല ഓക്കെ ദ സീക്വൻസ് ഇസ് സോറി ഞാൻ എന്താ എഴുതി കൺവെർജൻ്റ് അല്ലേ നമുക്ക് അറിയില്ല, നമുക്ക് നോക്കാം. -1 റേസ് ചെയ്യാം, -1 +1 -1 +1 -1 +1 എക്സെട്ര ആണ് വരുന്നത്. അപ്പം എന്താ വരിക, ഇതിൽ എലിമെന്റ്സ് എല്ലാം എന്ത് പറയാം നമുക്ക്, -1 കൂടുതലാണ്, 1 കുറവുമാണ് അല്ലേ. അപ്പം പറയാം ബോത്ത് ദ സീക്വൻസ് ഈസ് ബോത്ത് ബൗണ്ടഡ് below and bounded above. Therefore, this sequence is sequence -1 raised to n is bounded എന്ന് പറയാം, bounded എന്ന് പറയാം. പക്ഷേ this is not a convergent sequence അല്ലേ. ബൗണ്ടഡിന്റെ കാര്യം നമുക്ക് ആദ്യം പറയാം. ദിസ് ഇസ് നോട്ട് എ കൺവെർജന്റ് സീക്വൻസ്. പ്രത്യേക പോയിന്റിലോട്ട് പോവുമോ? ഇല്ല. ഇവിടെ -1ലും +1ലും ആയിട്ട് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിസ് ഇസ് എൻ ഓസിലേറ്റിംഗ് സീക്വൻസ്, നമുക്കറിയാം നിങ്ങൾക്ക് അല്ലേ. ഇനി നമുക്ക് വി ക്യാൻ സീ സം തിയറംസ് ഓൺ some limit theorems. First theorem is first theorem, uniqueness theorem. A sequence in R can have at most one limit. Sequence in R can have at most one limit. അപ്പോൾ നമുക്ക് പ്രൂഫ് എഴുതാം. Let x equal to sequence xn be a sequence of real numbers. അങ്ങനെ എടുക്കുകയാണെങ്കിൽ if it is not a convergent sequence, it has no limit. Suppose that x equal to sequence xn is a convergent sequence, and let x1 and x2 are limits of sequence xn. അപ്പോൾ നമുക്ക് ലിമിറ്റ് ഓഫ് xn x1ഉം ലിമിറ്റ് ഓഫ് സീക്വൻസ് xn x2 എന്നെടുക്കുക. x1 ലിമിറ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ബൈ ഡെഫിനേഷൻ ഓഫ് സീക്വൻസ് വെച്ചിട്ട് എന്ത് പറയാം, കറസ്പോണ്ടിങ് ടു epsilon greater than 0, there exists a natural number k1 such that modulus of xn minus x1 is less than epsilon by 2 for all n greater than or equal to k1 എന്ന് പറയാം. ഇവിടെ ലിമിറ്റ് ഓഫ് xn equal to x2 ആയതുകൊണ്ട് നമുക്ക് ഇതേപോലെ എന്ത് പറയാം, കറസ്പോണ്ടിങ് ടു epsilon greater than 0 there exists a natural number k2 such that modulus of xn minus x2 less than epsilon by 2 for all n greater than or equal to k2 എന്ന് പറയും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൽ k1നും k2ലും മാക്സിമം എടുക്കുക. അതായത് k be the maximum of k1 and k2. മനസ്സിലായോ? എന്നിട്ട് k എന്ന് പറഞ്ഞത് k1നേക്കാളും വലുതായിരിക്കും മാക്സിമം ആയതുകൊണ്ട്, k എന്ന് പറയുന്നത് k2നേക്കാളും വലുതായിരിക്കും. അതുകൊണ്ട് എന്ത് പറയാം, നമുക്ക്
ഈ എക്സ് കെ മൈനസ് എക്സ് വണ്ണും എക്സ് കെ മൈനസ് എക്സ് ടുവും ലെസ് ദാൻ എപ്സിലോൺ ബൈ ടു ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം, നോക്കൂ, ദെൻ മോഡുലസ് ഓഫ് എക്സ് കെ മൈനസ് എക്സ് വൺ ലെസ് ദാൻ എപ്സിലോൺ ബൈ ടു ആൻഡ് മോഡുലസ് ഓഫ് എക്സ് കെ മൈനസ് എക്സ് ടു ഈസ് ഓൾസോ ലെസ് ദാൻ എപ്സിലോൺ ബൈ ടു. കാരണം ഇതിങ്ങനെ ആയതുകൊണ്ട് അല്ലേ, കെ എന്ന് പറയുന്നത് കെ വണ്ണിനേക്കാളും കെ ടുവിനേക്കാളും വലുതായതുകൊണ്ട് മോഡുലസ് ഓഫ് എക്സ് കെ മൈനസ് എക്സ് വൺ ലെസ് ദാൻ എപ്സിലോൺ ബൈ ടു ആയിരിക്കും. മോഡുലസ് ഓഫ് എക്സ് കെ മൈനസ് എക്സ് ടു ഈസ് ഓൾസോ ലെസ് ദാൻ എപ്സിലോൺ ബൈ ടു ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്ക് പറയാൻ പറ്റുന്നത് എന്തെന്ന് വെച്ചാൽ മോഡുലസ് ഓഫ് എക്സ് വൺ മൈനസ് എക്സ് ടു നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? എക്സ് വൺ മൈനസ് എക്സ് കെ പ്ലസ് എക്സ് കെ മൈനസ് എക്സ് ടു എന്ന് പറയാം. അതായത് വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് കെ മൈനസ് എക്സ് വൺ പ്ലസ് modulus of xk minus x2. x1 minus xk, modulus of x1 minus xk is same as modulus of xk minus x1. That is equal to epsilon by 2 plus epsilon by 2, that is equal to epsilon. Modulus of x1 minus x2 less than epsilon ayathukonde we can say that x1 equal to x2. Now we have another problem, another theorem. In light of this we have another theorem. A convergent sequence of real numbers is bounded. A convergent sequence of real numbers is bounded. Proof parayam. Suppose that limit of sequence xn equal to x, limit of sequence xn equal to x എന്ന് എടുക്കാം, and let epsilon equal to 1 എടുക്കാം. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് ഓഫ് സീക്വൻസ് xn xും എപ്സിലോൺ ഈക്വൽ ടു 1 എന്നും ഞാൻ എടുക്കാം. അതായത് ലിമിറ്റ് എക്സ് കൺവെർജന്റ് ആണ് അല്ലേ? ലിമിറ്റ് ഓഫ് സീക്വൻസ് xn x എന്ന് വെച്ചാൽ എന്താണ്? ഈ സീക്വൻസ് xന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ബൈ ഡെഫിനിഷൻ ഓഫ് ലിമിറ്റ് ഇറ്റ് ഈസ് കൺവെർജന്റ് എന്നർത്ഥം അല്ലേ? ഇങ്ങനെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൺവെർജന്റ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സീക്വൻസ്, കൺവെർജന്റ് ആയിട്ടുള്ളൊരു സീക്വൻസ് ബൗണ്ടഡ് ആണ് എന്നാണ് നമ്മൾക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എപ്സിലോൺ ഈക്വൽ ടു 1 എന്ന് നമ്മൾ എടുത്തു. അപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട്, ഇതിൻ്റെ ലിമിറ്റ് ഇതായതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദെൻ ദെയർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ k equal to k1, k depending on 1, such that k depending on 1 such that modulus of xn minus x less than 1 for all n greater than or equal to k. Modulus of xn minus x is less than 1 ആയിരിക്കും for all n greater than or equal to k. ഇനി നമ്മൾക്ക് മോഡുലസ് ഓഫ് xn ഇങ്ങനെ നമുക്ക് എഴുതാം. xn minus x plus x എന്ന് എഴുതിക്കൂടെ? ഇങ്ങനെ എഴുതുകയാണെങ്കിൽ now use triangle inequality so that we can write it as mod less than or equal to xn minus x plus mod x. ഇവിടെ എഴുതാം by triangle inequality. ഇക്വാളിറ്റി വെച്ച് നമുക്ക് ഇങ്ങനെ എഴുതാം. That is now you know that modulus of xn minus x is less than 1 നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ലെസ് ദാൻ 1, എപ്സിലോൺ 1 ആയിട്ടാണ് നമ്മൾ ചൂസ് ചെയ്തത്. അപ്പം ദിസ് ഇസ് 1 പ്ലസ് മോഡ് എക്സ് എന്ന് വരും അല്ലേ? ഇനി എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചാൽ if we set capital M എന്ന് പറയുന്നത് ഇങ്ങനെ സെറ്റ് ചെയ്യുക. supremum of set capital M is equal to supremum of mod x1, mod x2, etc. mod xk minus 1 1 plus mod x. ഇങ്ങനെ സെറ്റ് ചെയ്യുക, ഇങ്ങനെ എടുക്കുക നമ്മൾ.
മനസ്സിലായോ? എന്താണ് mod x1, mod x2, etc. mod xk minus 1 n greater than or equal to k എന്നല്ലേ എടുത്തത്. അപ്പോൾ k വരെയുള്ളത് എടുക്കാൻ പാടുള്ളൂ. mod xk minus 1 പിന്നെ 1 plus mod x എടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തോ കിട്ടും? Therefore we get modulus of xn is less than or equal to, ഇത് സുപ്രീം ആണ്, ഇതിന്റെ എല്ലാം സുപ്രീം ആണ് ക്യാപിറ്റൽ എം എന്ന് പറയുന്നത്. അപ്പൊ എന്ത് പറയാം നമുക്ക്? modulus of xn is less than or equal to least upper bound ആയതുകൊണ്ട് ഇതിലെ എലിമെന്റ്സ് എല്ലാം എമ്മിനേക്കാൾ കുറവായിരിക്കും നമുക്ക് പറയാൻ പറ്റും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഫോർ ഓൾ n belongs to n എന്ന് പറയാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി വേറെ രീതിയിൽ നമുക്ക് പറയാം കേട്ടോ. വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ നോട്ടായിട്ട് തരാം ഞാൻ. കൺവെർജൻസ് സീക്വൻസ് xn ബൗണ്ടഡ് ആണ്, കൺവെർജൻസ് സീക്വൻസ് xn ബൗണ്ടഡ് ആണ് എന്നുള്ളത് നമുക്ക് നൈബർഹുഡിന്റെ രീതിയിൽ പറയാം. ഇഫ് v epsilon x is a given neighborhood of the limit x, then all but a finite number of terms, all but a finite number of terms of the sequence, മിക്കവാറും എല്ലാ ടേംസും ഇതിൻ്റെ ഈ സീക്വൻസിൻ്റെ എല്ലാ ടേംസും എന്ത് വേണം? ബിലോങ് ടു v epsilon x. Since v epsilon x is bounded and finite sets are bounded. v epsilon x ബൗണ്ടഡ് ആയിരിക്കും അല്ലേ? അതിൻ്റെ v epsilon എന്ന് വെച്ചാൽ x മൈനസ് എപ്സിലോൺ എക്സ് പ്ലസ് എപ്സിലോണിൻ്റെ ഇടയിലാണല്ലോ എല്ലാം കിടക്കേണ്ടത്. ആ ഒരു സെറ്റാണല്ലോ v epsilon x എന്ന് പറയുന്നത്. അപ്പോൾ ബൗണ്ടഡ് ആയിരിക്കും. ഇറ്റ് ഫോളോസ് ദാറ്റ് and elements belong of the sequence are within these x minus epsilon and x plus epsilon. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എന്ത് the finite sets bounded ആയതുകൊണ്ട് the sequence is bounded എന്ന് നമുക്ക് പറയാൻ പറ്റും. sequence is bounded. അതായത് ബൗണ്ടഡ്നെസ് നമ്മൾ ഇൻ ടേംസ് ഓഫ് നൈബർഹുഡ് നമ്മൾ പറയുകയാണ് കേട്ടോ. ഇനി രണ്ട് സീക്വൻസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തായിട്ട് പറയാനുള്ളത്, ഇഫ് യു ആർ ഗിവൺ ടു സീക്വൻസസ്, how to add, multiply and take the quotient of these two sequences. അതായത് ഇപ്പോൾ x equal to sequence xn ഉം y equal to sequence yn ഉം ആണെങ്കിൽ, ഓഫ് സീക്വൻസസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? കറസ്പോണ്ടിങ് ടേംസ് തമ്മിൽ ആഡ് ചെയ്യുക. അതായത് ഈ സീക്വൻസിൽ വരുന്ന x1 പ്ലസ് y1, x2 പ്ലസ് y2, x3 പ്ലസ് y3 എക്സെട്ര അങ്ങനെയായിരിക്കണം എക്സ് പ്ലസ് വൈ ഉണ്ടാക്കേണ്ടത്. അതാണ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു xn പ്ലസ് സീക്വൻസ് xn പ്ലസ് yn. ഇതാണ് സം എന്ന് പറയുന്നത്. ഇനി ഡിഫറൻസ് എന്ന് പറയുന്നത്, ഡിഫറൻസ് എന്ത് വരും? എക്സ് മൈനസ് വൈ ഈക്വൽ ടു സീക്വൻസ് xn മൈനസ് yn വരും. പ്രോഡക്റ്റോ xn yn ഇസ് ഈക്വൽ ടു അല്ല എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രോഡക്റ്റ് എക്സ് വൈ ഈക്വൽ ടു സീക്വൻസ് xn yn ആയിരിക്കും. x1 y1, x2 y2 എക്സെട്ര. പിന്നെ അതുപോലെ ഒരു എലിമെൻ്റ് സി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ഓഫ് എക്സ് ബൈ സി എങ്ങനെ ഡിഫൈൻ ചെയ്യാം? സി എക്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഓരോ ടേമിനെയും സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും. CX1, CX2, CX3 അങ്ങനെയായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ
Z equal to sequence Zn is a sequence of real numbers and such that Zn not equal to 0, then the quotient of and x is the sequence xn, then x by z is the sequence എന്ത് വരും x by z എന്ന് പറയുന്നത് sequence xn by zn ആയിരിക്കും, where zn not equal to 0. അങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇപ്പോൾ എക്സ് സപ്പോസ് എക്സ് ഈക്വൽ ടു 2 4 6 8 etc. 2n etc. എന്ന് പറയുന്ന സീക്വൻസ് ഉണ്ട്. y എന്ന് പറയുന്നത് 1/1 1/2 1/3 1/4 അങ്ങനെയാണെങ്കിൽ 1/n etc. ആണെങ്കിൽ എക്സ് പ്ലസ് വൈ എങ്ങനെയായിരിക്കും? അതായത് 2 + 1/1 അതായത് 3. അടുത്ത 4 + 1/2 അതായത് 4 എന്ന് പറയുന്നത് 8/2 + 1/2 9/2 ആയിരിക്കും. അടുത്തത് 3 18/3 + 1/3 6 എന്ന് വെച്ചാൽ 18/3 + 1/3 19/3 etc. ആയിരിക്കും. nth term you can also find the nth term since മനസ്സിലായോ? ഈ nth term നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായിരിക്കും എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞ സീക്വൻസ്. and you have to find the nth term of this sequence x plus y, that is homework. and x minus y is the sequence similarly 1/1 7/2 മനസ്സിലായോ? 17/3 x minus you have to do x minus y. x into y എന്ത് വരണം? first term into first term of second sequence, first term of first sequence into second term of second term of first sequence into second term of second sequence അങ്ങനെ വരും അല്ലേ? അപ്പോൾ എന്താ വരിക? 2 2 2 2 2 etc. This is a constant sequence. and 3x എന്ന് പറയുമ്പോൾ 3 into 2 3 into 4 3 into 6 അങ്ങനെ വരും. 6 12 18 etc. അങ്ങനെ വരും. and x by y equal to 2 8 പിന്നെ എന്താണ് 18 etc. you have to you can find the nth term of these sequences also. Okay, now if in certain sequences you cannot find x by y. Okay, suppose that you are given that suppose z is the sequence 0 to 0 etc. 1 plus minus 1 raised to n etc. and you have to find x plus z, x minus z, x into z and also x by z. You can see that x by z is not defined since some of the terms of z are not 0 അല്ലേ? x 2/0 വരും ഫസ്റ്റ് ടേം തന്നെ, അവിടെ that is not defined. അപ്പോൾ x by z, അപ്പോൾ നിങ്ങൾ എന്താ എഴുതണം? x by z is the sequence is not defined എന്ന് എഴുതണം. മനസ്സിലായോ? ഇനി നമുക്ക് കുറേ തിയറംസ് ഉണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം.